അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിൻ്റെ പാർട്ട് 8 അല്ലെങ്കിൽ സെഷൻ 8ലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് ഡിമാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ മെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ചെറിയൊരു കാര്യം വ്യക്തമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കാര്യം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ഹൗസ് അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങി എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു സ്ഥലം നിങ്ങളുടെയാണ്, നിങ്ങളുടെ സ്വന്തം പേരിലാണ് എന്ന് ക്ലെയിം ചെയ്യാനായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ഒരു ആധാരം ഉണ്ടാവും അല്ലേ. അതാണ് when you buy a property, the only way to identify and claim that you own the property is by producing the property papers അല്ലേ. അപ്പോൾ ആ ഒരു പേപ്പേഴ്സ് ആണ് നിങ്ങളാണ് അതിന്റെ ഓണർ എന്ന് കാണിക്കാനായിട്ടുള്ള ആകെയുള്ള ഒരു തെളിവ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേപ്പറുകൾ എന്താണ്, നമ്മളൊരു സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള പ്ലേസിലായിരിക്കും എപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടാകുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ, ആ ഒരു സ്ഥലത്തിന്റെ ഓണർഷിപ്പ് നിങ്ങളുടെ പേരിലാണെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെന്റ് ഉണ്ടാവും. ആ ഒരു ഡോക്യുമെന്റ് എപ്പോഴും നമ്മൾ സേഫ് ആയിട്ടും അത് സെക്യൂർ ആയിട്ടും വെക്കുന്ന ഒരു സ്ഥലമാണ് ലോക്കർ അല്ലേ. നമ്മുടെ വീട്ടിലുള്ള ഒരു ലോക്കർ വയ്ക്കും. അതുപോലെ തന്നെയാണ് നമ്മളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലെ, വെൻ യു ബൈ എ ഷെയർ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദ ഓൺലി വേ ടു ക്ലെയിം ദ ഓണർഷിപ്പ് ഈസ് ബൈ പ്രൊഡ്യൂസിങ് ദ ഷെയർ സർട്ടിഫിക്കറ്റ് അല്ലെ. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ കമ്പനിയുടെ ഒരു പാർട്ട് ഓണറാണ് അല്ലെ. അപ്പൊ ആ ഓണറാണ് എന്ന് തെളിയിക്കുന്ന ആകെയുള്ളൊരു കാര്യം ആ ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് ആണ് അല്ലെ. നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ട്, പൈസ കൊടുത്തിട്ടാണ് ആ ഒരു ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുള്ളത് അല്ലെ. ആ ഒരു ഓണർഷിപ്പ് വാങ്ങിച്ച് അപ്പോൾ അത് തെളിയിക്കാനായിട്ടുള്ള ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് ആണ് അല്ലെ. ഷെയർ സർട്ടിഫിക്കറ്റ് എന്താണ്? എ ഷെയർ സർട്ടിഫിക്കറ്റ് ഈസ് നത്തിങ് ബട്ട് എ ഡോക്യുമെന്റ് എൻടൈറ്റിലിംഗ് യു ആസ് ദ ഓണർ ഓഫ് ദ ഷെയർസ് ഇൻ എ കമ്പനി അല്ലെ. നിങ്ങളുടെ കമ്പനിയുടെ പാർട്ട് ഓണർ ആണ് എന്ന് തെളിയിക്കാനായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഷെയർ സർട്ടിഫിക്കറ്റ് എന്നത് അല്ലെ. ബിഫോർ 1996 the share certificate was in paper format. However, post 1996 the share certificate were converted into digital form അല്ലെ. 1996 മുന്നേ ഈ ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് എന്നത് പേപ്പർ ഫോർമാറ്റിലായിരുന്നു. ഇപ്പൊ നമ്മൾ പൈസ കൊടുത്ത ആ ഒരു സാധനം, കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നമ്മുടെ ആധാരമൊക്കെ തരുന്ന പോലെ ഒരു ഡോക്യുമെന്റ് പേപ്പർ ആയിട്ടാണ് നമ്മുടെ കയ്യിൽ തരിക അല്ലെ. 1996 മുന്നേ അല്ലെ. ഇപ്പോൾ കൺവേർട്ടിംഗ് എ പേപ്പർ ഫോർമാറ്റ് ഷെയർ സർട്ടിഫിക്കറ്റ് ഇൻറ്റു ഡിജിറ്റൽ ഫോർമാറ്റ് ഷെയർ സർട്ടിഫിക്കറ്റ് ഈസ് കാൾഡ് ദ മെറ്റീരിയലൈസേഷൻ, ഓഫൺ അബ്രിവേറ്റഡ് ആസ് ഡിമാറ്റ് അല്ലെ. അപ്പോൾ ഈ ഒരു പേപ്പർ ഫോർമാറ്റ് ഷെയർ സർട്ടിഫിക്കറ്റിനെ നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് മെറ്റീരിയലൈസേഷൻ എന്ന് പറയുക അല്ലെ. അപ്പോൾ എന്തുകൊണ്ടാണ്, അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ഷെയർ സർട്ടിഫിക്കറ്റ് നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ സൂക്ഷിക്കേണ്ടതുണ്ട് അല്ലെ, ഡിജിറ്റൽ ആയിട്ട് തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട് അല്ലെ. ദ ഷെയർ സർട്ടിഫിക്കറ്റ് ഇൻ ദ ഡിമാറ്റ് ഹാസ് ടു ബി സ്റ്റോർഡ് ഡിജിറ്റലി. ദ സ്റ്റോറേജ് പ്ലേസ് ഫോർ ദ ഡിജിറ്റൽ ഷെയർ സർട്ടിഫിക്കറ്റ് ഈസ് കാൾഡ് ദ ഡിമാറ്റ് അക്കൗണ്ട് ഓർ ദ മെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട് അല്ലെ. അപ്പോൾ ഇതിന്റെ നമ്മുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രോപ്പർട്ടി നമ്മുടേതാണെന്ന് തെളിയിക്കുന്ന ഒരു ആധാരം നമ്മൾ ലോക്കറിൽ വെക്കുന്ന പോലെ ഈ ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് സേഫ് ആയിട്ടും അതുപോലെ തന്നെ സെക്യൂർ ആയിട്ടും വെക്കുന്ന ഒരു സ്ഥലമാണ് ഡിമാറ്റ് അക്കൗണ്ട് അല്ലെ. അതുപോലെ തന്നെ തിങ്ക് ഓഫ് എ ഡിമാറ്റ് അക്കൗണ്ട് ആസ് എ ഡിജിറ്റൽ വോൾട്ട് ഫോർ യുവർ ഷെയർസ് അല്ലെ. ഒരു ഡിജിറ്റൽ വോൾട്ട് ആണ് അല്ലെങ്കിൽ ഒരു ലോക്കറിനെയാണ് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുക അല്ലെ. അതുപോലെ തന്നെ നിങ്ങളിപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇഫ് യു ബൈ ദ ഷെയർസ് ഓഫ് ഇൻഫോസിസ് അല്ലെ, നിങ്ങളിപ്പോ ഇൻഫോസിസിന്റെ കുറച്ച് ഷെയർസ് വാങ്ങിച്ചെന്ന് കരുതുക. then all you need to do is open your trading account and look for Infosys prices and buy it അല്ല. നിങ്ങൾ ഇൻഫോസിസ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ഇൻഫോസിസിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുക, ജസ്റ്റ് ബൈ ചെയ്യുക. വൺസ് എ ട്രാൻസാക്ഷൻ ഈസ് കംപ്ലീറ്റ് ദ റോൾ ഓഫ് യുവർ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് ഡൺ അല്ലെ. നമ്മൾ ഇത്രയും ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ റോൾ കഴിഞ്ഞു. ആഫ്റ്റർ യു ബൈ ദ ഷെയർസ് ഓഫ് ദ ഇൻഫോസിസ് വിൽ ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ടു യുവർ ഡിമാറ്റ് അക്കൗണ്ട് അല്ലെ. നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തന്നെ എന്താണ്, നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഈ ഒരു ഷെയർസ് ക്രെഡിറ്റ് ആവും. അതുപോലെ തന്നെ നമ്മൾ സെല്ല് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ when you wish to sell the Infosys shares you must log into the trading account and sell the stock. The act of selling is carried out in your trading account, but in the back end, because of your trading account and demat account are interlinked, the broker debits your demat account of the shares you have sold. അതുപോലെ തന്നെ നമ്മൾ സെല്ല് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന്
നമ്മുടെ ഈ ഒരു ഷെയർസ് ഓട്ടോമാറ്റിക്കലി തിരിച്ച് സെല്ലാകും അല്ലേ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഡീമറ്റ് അക്കൗണ്ട് എന്താണ് എന്നുള്ളത് നമുക്ക് ഏകദേശം വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതുപോലെ അടുത്ത ചെറിയൊരു ടോപ്പിക്കുമായിട്ട് വരും. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ചു പോകുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാകരുത്. ഡെയിലി നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ച് അറ്റ് ദ എൻഡിൽ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള മാർക്കറ്റ് നോളജ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറേശ്ശെ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസ് കാണുക. അപ്പോൾ ഡെയിലി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് അല്ലെങ്കിൽ അവസാനം നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ പുറകോട്ട് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു നോളജ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിക്കുക. ഓക്കെ.